നമ്മളുടെ കൃഷിയും കാര്യങ്ങളും എല്ലാം ഈ ഒരു പരിസരത്ത് തന്നെയാണുള്ളത്. അതിൻ്റെ ധാന്യങ്ങൾ സൂക്ഷിച്ചതും നെല്ല് സൂക്ഷിക്കുന്നൊരു സ്ഥലമാണ് കളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 100 years പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഇത് അബാൻഡൻ ആയി കിടക്കുന്നു. ആരും യൂസ് ചെയ്യാണ്ട് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പോൾ 1 year ആയിട്ട് നമുക്ക് ഈ ഒരു തോട്ട് വന്നത് എന്തുകൊണ്ട് നമുക്ക് ഈ നാട്ടിലെ ഭംഗിയും ഈ നാട്ടിലെ ഇവിടുത്തെ ബേസിക്കലി നടക്കുന്ന കൃഷിയും കാര്യങ്ങളൊക്കെ പുറത്തുള്ള ആൾക്കാർക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്തുകൊണ്ട് ഈ ഒരു ബിൽഡിങ്ങിൽ കൂടെ നമുക്ക് കൊണ്ടുവന്ന് വിടാന്നുള്ളത്. അങ്ങനെയാണ് ഇതിനെ ഒരു ഫാം ഹൗസ് അല്ലെങ്കിൽ ഒരു ഫാം സ്റ്റേ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. ഇവിടുത്തെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഫോറിൻ ബിൽഡിംഗ് കൊണ്ട് വെക്കുക അല്ലെങ്കിൽ നമ്മൾ പുതിയതായി ചെയ്യുന്ന റെനോവേഷൻ പോലും ഒരു എടുത്തു നിൽക്കരുത് എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിരുന്നു നമുക്ക്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നോക്കുകയാണെങ്കിൽ ഈവൻ ഇതിന്റെ വാൾസും ഇതിന്റെ കളേഴ്സും ഇതെല്ലാം നമ്മൾ എങ്ങനെയാണോ ഒരു ബിൽഡ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പുതിയതായിട്ടൊരു പെയിന്റോ അല്ലെങ്കിൽ പുതിയതായിട്ട് കളേഴ്സോ ഒന്നും ഇതിന്റെ ഔട്ടർ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തില്ല. ആക്ച്വലി നമുക്ക് ഈ പ്രോജക്റ്റിൽ ഇങ്ങനെ ഒരു ആർട്ടിക് സ്പേസിന്റെ പ്ലാൻ ഇല്ലായിരുന്നു. ആൻഡ് ഓൺ ദ റൺ പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഭയങ്കര ഒരു എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ആയപ്പോൾ എന്തെങ്കിലും ഒരു എലമെൻറ്റ് ഇവിടെ കൊടുക്കണം എന്നുള്ളൊരു തോട്ട് വന്നത്. എല്ലാവരും വരുന്ന ഇപ്പോൾ ഗസ്റ്റ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ആണ് നമ്മുടെ ഈ ഒരു ആർട്ടിക് സ്പേസിനെ കുറിച്ച് പറയല്.